Hello, Febin. ഫെബിൻ, വീഡിയോ ആൻഡ് ഓഡിയോ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കണേ. നെറ്റ്വർക്ക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ഹലോ. ആ, എന്തു പറ്റി? ഫെബിൻസ് നെറ്റ്വർക്ക് സ്ലോ. ശരിക്കും പ്രശ്നമാണല്ലേ? നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്. ഉം, ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇത് ക്യാമറ ഓഫ് ആക്കിയോട്ടെ. ആ, ഓക്കെ. അങ്ങനെയാ. ഓക്കെ. സംസാരിക്കാൻ പറ്റത്തില്ലേ? സംസാരിക്കാൻ പറ്റും. കാരണം ഇപ്പൊ പുറത്ത് ഭയങ്കര നോയിസ് ഇവിടെ. ഓ, ശരി ശരി ശരി. ആ, അപ്പൊ ഇന്നലെ നമ്മള് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ ഇവിടെ കേരളത്തിലാണെങ്കിലും യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെയാണ് എല്ലായിടത്തും. പുറത്ത് നല്ല ആ മഴയുണ്ട്, ഇടിവെട്ടും, പിന്നെ കാറ്റൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഇടയ്ക്ക് ഇങ്ങനെ പോവാറുണ്ട്. സോ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉം, നമുക്ക് ഉള്ളതൊക്കെ വെച്ച് നോക്കാം അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി കേട്ടോ. ഇന്നലെ നമ്മൾ എവിടം വരെയാ നോക്കിയേ? കേൾക്കുന്നുണ്ടോ, ഫെബിൻ? ആ ഇപ്പം കേൾക്കാം, ഇപ്പം കേൾക്കാം. ആ, അപ്പൊ നമ്മൾ ഇന്നലെ എവിടെ വരെയായിരുന്നു എത്തിയേ? ദീസും ദോസും ഒക്കെ കഴിഞ്ഞായിരുന്നോ? ദീസും ദോസും ഫിനിഷ് ചെയ്യും. ആ, ആ, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുണ്ട്, പക്ഷെ ഫോക്കസ് കാണാൻ പറ്റുന്നില്ലല്ലോ. ആ, അപ്പൊ നാളെ നെറ്റ്വർക്ക് ഒന്ന് ശരിയാക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ. എനിക്ക് നോട്ട്സ് ഒന്നും അയച്ചില്ലായിരുന്നല്ലോ ദീസും ദോസൊക്കെ കൊണ്ട്. ഇന്ന് ഇച്ചിരി ബിസി ആയിപ്പോയി, അതാണ് ഞാൻ ആ, ഇപ്പോഴാണ് വന്നത് തന്നെ. ഓക്കെ. നാളെ അപ്പൊ ഒന്ന് നാളെ മാക്സിമം ഇത് ഇട്ടേക്കാം. പ്രാക്ടീസ് ചെയ്തിട്ട്. ഓക്കെ. ആ കാരണമേ ഓക്കെ. ഇതിന്റെ സ്ട്രക്ചർ തെറ്റാതെ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് ആരോടെങ്കിലും ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ആർ ആൻഡ് ദോസ് പെട്ടെന്ന് വരും. അത് നമ്മൾ നല്ലപോലെ എഴുതി പഠിക്കുവാണെന്നുണ്ടെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, അതോ മറ്റേ പ്രാക്ടീസ് സെഷൻ തന്നെ മതിയോ? ഇന്നലെ നമ്മൾ ഇത് ചെയ്തായിരുന്നു, ബേസിക് സെന്റൻസ് എക്സസൈസ് ചെയ്തായിരുന്നു. ദോസ് ആർ ഹെൽമെറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് മൂന്നെണ്ണം എന്തോ ചെയ്യാൻ തോന്നുന്നു. എന്നിട്ട് ചെയ്തെന്ന് തോന്നല്ലേ? ബാക്കി നാളത്തെ ചെയ്യാന്ന് പറഞ്ഞത്. ആ, എന്നാ ഇനി നമുക്ക് വേറെ ടോപ്പിക് എടുക്കാം. ക്വസ്റ്റ്യൻ അതെ വേർഡ്സ് അതെ. ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ രണ്ടെണ്ണം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ. വാട്ട് ആൻഡ് വിച്ച്. ഒരു കാര്യം ചോദിക്കട്ടെ. ആ, ആ. നോയിസ് ഉണ്ടോ? ഇല്ല, ഇല്ല. ഓക്കെ. ആ, നമ്മള് മലയാളികൾ ഇതിനെ വാട്ട് എന്നാണ് പറയുന്നത് അല്ലേ? വാട്ട്. ഉം. ആ, പക്ഷെ അതിന്റെ കുറച്ച് നല്ല കറക്റ്റ് പ്രൊനൗൺസിയേഷൻ വോട്ട് എന്നാണ്. വാട്ട്. വാട്ട്സ് യുവർ നെയിം? ഓക്കെ. വാട്ട് ആൻഡ് വിച്ച്. അപ്പൊ വോട്ടിന്റെ അർത്ഥം എന്താണ്? വിച്ചിന്റെ അർത്ഥം ഏതാണ്? എന്താണ്, ഏതാണ്? ആഹ് ഇപ്പൊ വോട്ടിന് നമുക്ക് ഒരു ഫോമാറ്റ് തന്നെ ഒന്ന് പഠിച്ചു പോകാം. വാട്ട്സ് യുവർ ഷർട്ട്സ് കളർ? വാട്ട്സ് യുവർ നെയിം? വാട്ട് ഇസ് യുവർ നെയിം? വാട്ട് ഇസ് യുവർ ഷർട്ട്സ് കളർ? എന്താണ് നിങ്ങളുടെ പേര്? അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഷർട്ടിന്റെ കളർ? എന്താണ് നിങ്ങളുടെ അച്ഛന്റെ പേര്? വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയിം? അങ്ങനെ എന്താണ് എന്നുള്ള മീനിങ് ആണ് വാട്ടിന് വരുന്നത്. സോ ക്യാൻ യു മേക്ക് സം സെന്റൻസസ് വിത്ത്, സോറി, ഓക്കെ. ക്വസ്റ്റ്യൻസ് വിത്ത് വാട്ട്? ചോദിക്കാവോ? എന്നോട് ചോദിക്കൂ. What is your favorite color? വാട്ട് ഇസ് യുവർ ഫേവറേറ്റ്? മൈ ഫേവറേറ്റ് കളർ ഇസ് ബ്ലാക്ക്. ഓക്കെ. Okay. അടുത്ത ചോദ്യം. What is your age?
That's a very important question. Yes, I'm 29 years old. അപ്പൊ Okay. മനസ്സിലായല്ലേ? ബോട്ട് എന്ന് പറയുമ്പോ എന്താണ് നിങ്ങളുടെ ആ, ഏജ്, അതെ. അല്ലെങ്കിൽ എന്താണ് ഫേവറേറ്റ് കളർ. അതുപോലെ നമ്മൾ ചോദിക്കാറുണ്ട് വാട്ട് ഇസ് ഓക്കെ. യുവർ ബ്രദർ, വാട്ട് ഇസ് യുവർ ഫാദർ. അതിന്റെ അർത്ഥം എന്താ? വാട്ട് ഈസ് യുവർ എന്താണ് ഫാദർ അങ്ങനല്ലേ? വാട്ട് ഇസ് യുവർ ഫാദർ അല്ലെങ്കിൽ വാട്ട് ഇസ് യുവർ ബ്രദർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ പ്രൊഫഷൻ ആണ് ചോദിക്കുന്നത്. ആഹ് താങ്കളുടെ അച്ഛൻ എന്ത് ചെയ്യുവാണ്, മനസ്സിലായോ? അപ്പൊ പറയാം ആ, നമ്മുടെ അച്ഛന്റെ ഓക്കെ. ജോലിയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. വാട്ട്സ് യുവർ ഫാദർ, വാട്ട്സ് യുവർ മദർ, വാട്ട്സ് യുവർ ബ്രദർ എന്നൊക്കെ ഈ സായിപ്പന്മാരും ഫോറിനേഴ്സ് ഒക്കെ നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരങ്ങനെയാണ് സാധാരണ ചോദിക്കുന്നത്. നമ്മുടെ വീട്ടുകാർ അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു, വാട്ട്സ് ഹിസ് പ്രൊഫഷൻ ആണ് ചോദിക്കുന്നത്. വാട്ട്സ് യുവർ നെയിം, മനസ്സിലായോ? വാട്ട് ഈസ് യുവർ ബ്രദർ എന്ന് ആ, ചോദിക്കുമ്പോൾ മനസ്സിലായി. ദാറ്റ്സ് ഇറ്റ്. ഇനി അപ്പൊ ഈ ഫോമാറ്റ് സിമ്പിൾ അല്ലേ? സിൻസ് യു ആസ്ക് മീ ആ, ക്വസ്റ്റ്യൻസ് വി ക്യാൻ ഓക്കെ. മൂവ് ടു ദിസ് വൺ. ഇനി വിച്ച് നോക്കാം. വിച്ച് എന്ന് പറയുമ്പം ഏതാണ്. ഇവിടെ വാട്ട് എന്ന് പറയുമ്പം എന്താണ് എന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ അവിടെ ഒരു ലിമിറ്റ് ഇല്ല, ഈ ലോകത്തിലുള്ള എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ വിച്ച് എന്ന് ഓക്കെ. പറയുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് കാണും. ലിമിറ്റഡ് ഓപ്ഷൻസ് ആയിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. മനസ്സിലായോ? ഫോർ ഓക്കെ. എക്സാമ്പിൾ, ഫെബിൻ എന്നോട് രണ്ട് രീതിയിൽ ചോദിക്കാം. വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ എന്ന് ചോദിക്കാം. അപ്പൊ ഈ ലോകത്ത് കുറെ കളേഴ്സ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും എനിക്ക് ഒരെണ്ണം പറയാം. ഇനി ഫെബിൻ എന്നോട് ഓക്കെ. വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് കളർ എന്ന് ചോദിക്കാം. പക്ഷെ അപ്പൊ ഫെബിൻ എനിക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നു കാണും. പച്ച, മഞ്ഞ, നീല, കറുപ്പ്. കുറച്ച് ലിമിറ്റഡ് ഓപ്ഷൻസ് ആയിരിക്കും വിച്ചിൽ ഉണ്ടാകും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ആ, ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ, അതുപോലെ തന്നെ വിച്ച് ബുക്ക് ഡു യു നീഡ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കുറച്ച് ബുക്സിന്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലേത് ബുക്ക് വേണം എന്നാണ് ചോദ്യം. മനസ്സിലായോ? ഓക്കെ. ആ, വിച്ച് പെൻ മനസ്സിലായി മനസ്സിലായി. വിച്ച് പെൻ ഡു യു ഹാവ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ലെക്സി ഉണ്ട്, ബാക്കിയുള്ള കുറെ കമ്പനി പേനകളെല്ലാം ഉണ്ട്. അതിലേത് പേന വേണം, അതിലേത് പെന്നാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് ആ, മനസ്സിലായാലും വോട്ടും ആ, വിച്ചും തമ്മിൽ. ആ, മനസ്സിലായി മനസ്സിലായി. ആ, സോ വിച്ചിലോട്ട് വരുമ്പോ രണ്ട് ഫോമാറ്റ്സ് ആണ്. നമുക്ക് ഒന്നാമത്തത് ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് കളർ. അപ്പോ ഫെബിൻ ചെയ്യേണ്ടത് വേറൊരു ടാസ്ക്. നമ്മൾ ഒരു ദിവസം ടാസ്ക് ചെയ്തില്ലെങ്കിൽ പിന്നെയും പിന്നെയും കൂടുമല്ലോ ടാസ്ക്. വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ആ, കളറിന് ഓക്കെ. പകരം വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ബുക്ക്. അങ്ങനെ അങ്ങനെ കുറച്ച് വേർഡ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ ഒരു ഫോമാറ്റ് ക്ലിയർ ഓക്കെ. ആകാൻ വേണ്ടി. ആൻഡ് ഓക്കെ. രണ്ടാമത്തത് വിച്ച് ബുക്ക് ഡു യു നീഡ്, വിച്ച് പെൻ ഡു യു നീഡ്, വിച്ച് ഫ്ലവർ ഡു യു നീഡ്. അങ്ങനെ അങ്ങനെ ആ ബുക്കിന് പകരമായിട്ട് നിനക്ക് ഏത് ബുക്കാണ് വേണ്ടത്, നിനക്ക് ഏത് കളറാണ് വേണ്ടത്, നിനക്ക് ഏത് ഷർട്ടാണ് വേണ്ടത്, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ ഒരു ഫോമാറ്റും അപ്പം ക്ലിയർ ആകും. സോ യു വിൽ ബി ഫെമിലിയർ വിത്ത് ദിസ് പാറ്റേൺ. ഓക്കെ. വിച്ച് വിച്ച് എംപ്ലോയി ഡു യു നീഡ്, ഏത് എംപ്ലോയിനെയാണ് താങ്കൾക്ക് ആവശ്യം, അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ. വർക്ക് സൈറ്റിലുള്ള എക്സാമ്പിൾസ് യൂസ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. സോ ദാറ്റ് യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ യുവർ വർക്ക് എൻവയറൺമെന്റ്. അവിടെ യൂസ് ചെയ്യാലോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ. വിച്ച് മെഷീനറി ഡു യു നീഡ്, അല്ലെങ്കിൽ വിച്ച് മെഷീൻ എക്യുപ്മെന്റ് ഡു യു നീഡ് എന്നൊക്കെ ചോദിക്കാം. ക്ലിയർ? ഓക്കെ. ക്ലിയർ. അടുത്തത് വിച്ച് പെൻ ഡു യു ഹാവ്. അതൊരു ഹാവ് വെച്ചിട്ടുള്ളൊരു ഫോമാറ്റ് ആണ്. ഏത് പേനയാണ് നിനക്കുള്ളത്, വിച്ച് പെൻ ഡു യു ഹാവ്. മറ്റേത് ചോദിച്ചത് രണ്ടാമത്തത് വിച്ച് പെൻ ഡു യു നീഡ്, നിനക്ക് ഏതാണ് വേണ്ടതെന്നാണ് രണ്ടാമത്തെ ചോദിച്ചത്. ഇവിടെ ചോദിക്കുന്നത് ഈ വിച്ച് വിച്ച് പെൻ ഡു യു ഹാവ്, നിനക്ക് ഇത്. ഉള്ളത് ഏതാണ്. അപ്പോ വിച്ച് ഓക്കെ. എക്യുപ്മെന്റ് ഡു യു ഹാവ്, വിച്ച് നിനക്ക് ഏത് ബുക്കാണുള്ളത്, വിച്ച് ബുക്ക് ഡു യു ഹാവ്. അപ്പൊ ഇതാണ്. ഒരു കാര്യം ചോദിക്കട്ടെ. ചോദിച്ചു. ഈ വിച്ച് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ചോയ്സ് വരുമ്പോഴാണോ? അങ്ങനെയാണോ? വോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ലിമിറ്റ് ഒന്നുമില്ല. ഇപ്പൊ ഒരു കളർ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് ഒന്നും ഇല്ലാതെ, ഒരു ലിമിറ്റും ഇല്ലാതെ നമുക്ക് എന്ത് ഉത്തരവും പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ നമ്മൾ വോട്ട് കൊണ്ടാണ് ചോദിക്കുന്നത്.
പക്ഷെ Okay. വിച്ച് വരുമ്പം അവിടെ ഒരു ലിമിറ്റഡ് ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. വിച്ച് ഇസ് യുവർ ഫേവററ്റ് മൂവി? അപ്പൊ നമ്മൾ കുറച്ച് മൂവീസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേത് ഫേവറേറ്റ് മൂവി എന്ന് ചോദിക്കുമ്പോ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വിച്ച് ആണ്. എന്നാൽ വാട്ട് ഇസ് യുവർ Which ഫേവറേറ്റ് മൂവി എന്ന് ചോദിക്കുമ്പോ ഫെബിന് ഈ ലോകത്തുള്ള ഏത് മൂവി വേണമെങ്കിലും ആകാം. മനസ്സിലായോ? okay. അതാണ് ഇതിന്റെ ബേസിക് ഡിഫറൻസ്. മനസ്സിലായി, ക്ലിയർ ആയി. അതാണ് ബേസിക് ഡിഫറൻസ്. ഓക്കെ. സോ ഇതാണ് ഇന്നത്തെ രണ്ട് വേർഡ്സുകള്. അപ്പൊ മാക്സിമം ഒരു 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു എല്ലാത്തിന്റെയും ഒരു 5 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യുവാണെങ്കിൽ യു വിൽ ബി ഫെമിലിയർ വിത്ത് ദാറ്റ് പാറ്റേൺ. ഓക്കെ. Okay. അപ്പോ ഇന്നത്തെ സ്പീക്കിംഗ് ടാസ്ക് ഇനിയിപ്പോ 10 മിനിറ്റ്സും കൂടി തന്നെ ഇല്ല. എന്താ, ടോക്ക് അബൌട്ട് യുവർ ഹോബി. ഏതാണ് ഹോബി ഇൻ യുവർ ഫ്രീ ടൈം? വാട്ട് യു വുഡ് ലൈക്ക് ടു ഡു? അല്ലെങ്കിൽ പാസ് ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? പറയട്ടെ. പറഞ്ഞു. My hobbies are playing football. When I am free, I go with friends for playing football. And other hobby is gaming. Game, mobile game. Mobile. Yeah, mobile and PC. Okay. So what are the games that you play in PC and mobile? Mobile I play PUBG and mainly PUBG. And okay. Then in PC some action games. I don't know these games. Okay. So you just for time pass. Yes, that's good. Are you addicted to mobile games or PC games? No. No. Now I can't play anything. Yes, because that age is over, isn't it? Yeah. But I think when you were a student, you spent your time engaging in playing video games, right? When vacation time, sometimes I play with friends. Okay. And do you prefer indoor games to outdoor games or vice versa? Yeah, both. Hello. You love both. And ഇപ്പൊ ഞാനാണ് ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. You can continuously speak. Yeah, okay. So you can relate. Sometimes I go. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യും. വീട്ടിലുണ്ടാകുന്ന സമയത്ത് ചില ഇങ്ങനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ഹോബീസ് അങ്ങനെ കണക്ട് ചെയ്ത് പറയാം. കണക്റ്റഡ്. Okay. Then when I am home, we play carom with brother, sister, and father. Okay, that's cool. Okay, then sometimes we make one championship. Then yeah, these are main hobbies. Okay, and now you are in a different place. So what do you do in your free time? Do you Actually, get time? Free time? No. Actually, don't get free time. Oh, this is my free time. It's your break. Because I wake up 5 o'clock and you are an early riser. Yes, because I need to go. My office time is 6 to 6. That's why I need to wake up early. You wake up early. Yeah. But when you were at your home, you usually woke up at
Usually six, between Six. 6 and 7. Not, you won't exceed 7, isn't it? ഏഴ് അപ്പുറം പോകത്തില്ല. Yeah, yeah. ഉം, ഉം, ഉം. ഇല്ല ഇല്ല. No, no. Okay, that's a good quality that I can find in a man. Because normally, men, the so-called people, wake up, they are late Yeah. risers, അല്ലേ? They are late Yes, risers. yes. Then Then tell me, കഴിഞ്ഞോ? continue. You can add more points. വേറെന്താ? Ah. Here you are a responsible വേറൊന്നുമില്ല. man. അല്ല, ഇവിടെ Okay. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മളൊരു ടോപ്പിക് തന്നെ സംസാരിക്കുമ്പോൾ അത് കണക്ട് ചെയ്ത് യു ക്യാൻ ഡൈവേർട്ട് ഇറ്റ് ടു അതർ ടോപ്പിക്സ്. യു ഗോട്ട് ഇറ്റ്. ഇപ്പൊ പറയാം, ഞാൻ നൗ ഐ ഡോണ്ട് ഗെറ്റ് ഇനഫ് ഫ്രീ ടൈം. സോ വൈ? ബിക്കോസ് ഐ എം എ വർക്കിംഗ് പേഴ്സൺ, ഐ എം എ റെസ്പോൺസിബിൾ പേഴ്സൺ, ഐ ഹാവ് ടു ഡു മെനി തിങ്സ് എന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്ത് പറയുമ്പോൾ ഫ്ലുവൻസി അങ്ങനെയാണ് വരുന്നത്. അല്ലാതെ നമുക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെ എപ്പോഴും സംസാരിക്കാൻ പറ്റും. Okay. Do you get me? Yeah. So then what? ഒരു കാര്യം ചെയ്യാം. നാളെ മുതല് Okay. ഫെബിന് ഇനി ടൈം കിട്ടുമോന്ന് എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് പ്രിപ്പയർ എ സ്പീക്കിംഗ് ടാസ്ക് ഫോർ യുവർ സെൽഫ്. ഫെബിൻ ഇറ്റ് സെൽഫ് ക്യാൻ ചൂസ് ദ ടോപ്പിക്. Yeah. ഞാൻ ചൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇന്ന് ക്ലാസ് കഴിയുമ്പോ വെൻ യു ആർ ഇൻ യുവർ സ്ലീപ്പിംഗ് മോഡ്, ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ഓർക്കാം എന്താണ് നാളെ പറയാൻ പോകുന്ന ടോപ്പിക് എന്തിനെ കുറിച്ചാണെന്നുള്ളത്. ഓക്കെ? Okay. അപ്പൊ അതിനെ കുറിച്ച് Okay. സംസാരിക്കാം. ആൻഡ് ഒരു കാര്യം ചെയ്യുക, ആ ടോപ്പിക്കിനെ കുറിച്ച് യു ക്യാൻ റൈറ്റ് ഡൗൺ സം പോയിന്റ്സ്. എല്ലാ എക്സ്പ്ലനേഷൻ ജസ്റ്റ് Okay. നോക്കി വായിക്കാനല്ല, ഓൺലി പോയിന്റ്സ്. യു ക്യാൻ ഇലാബറേറ്റ് ദാറ്റ് പോയിന്റ്സ്. അത് പറയുമ്പോ ഇത് പറയാം, ഇത് Okay. പറയുമ്പോ അങ്ങനെ പറയാം. സോ യു ക്യാൻ സ്പീക്ക് കണ്ടിന്യൂസ്ലി ഫോർ 15 minutes. കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഫ്ലുവന്റ് ആകാൻ പറ്റും. Okay. അപ്പൊ വർക്ക് റിലേറ്റഡ് ആയിട്ടും വേണമെങ്കിൽ പറയാം കേട്ടോ. ഏത് ടോപ്പിക്കും യു ആർ ഫ്രീ ടു സ്പീക്ക്. Okay. സോ വാട്ട് ഷാൽ വി ഡു? നമുക്ക് ഇന്നലത്തെ ആ ക്വസ്റ്റിന്റെ ബാക്കി എന്നാ ജസ്റ്റ് ഒന്ന് നോക്കാം. എവിടം വരെയായിരുന്നു എത്തിയെ? രണ്ടെണ്ണേ പറഞ്ഞോളൂ. അത് പ്രിയ ഈസ് റൈറ്റിംഗ് എ നോവൽ പറഞ്ഞായിരുന്നു. ഈ ഇതിന്റെ അടുത്ത സ്ലൈഡ് ഒന്ന് എടുത്തേ, ഇതിന് മുമ്പേ ഉള്ള. ഇതാണ്. ഇത് കഴിഞ്ഞ ഇത് കഴിഞ്ഞായിരുന്നു. നേരത്തെ എടുത്തതാ. ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞു. ഇതൊന്ന് പ്രാക്ടീസ് കൂടാൻ ചെയ്യണം കേട്ടോ. ഞാൻ ചോദിക്കാം, അവ അവ മെഷീൻസ് ആണോ? Are those machines? കറക്റ്റ്. അവ ബൾബുകളല്ലേ? Are those bulbs? കേട്ടില്ല. Are those bulbs? വെരി ഗുഡ്. ആർ ഇൻ ദോസ് ബൾബ്സ്. ഇനി ഇവ ബോട്ടിലുകൾ അല്ലേ? Aren't these bottles? ആറഞ്ച് സ്റ്റക്ക് ആകുന്നുണ്ട്. These ആർ ഇൻ ദീസ് these bottles? ആർ ഇൻ ദീസ് ബോട്ടിൽ. Okay. അല്ലേന്നാണല്ലോ ചോദിച്ചത്. അപ്പൊ ആർ ഇൻ ദീസ് ബോട്ടിൽസ് എന്നാണ്. കറക്റ്റ് ആണ്. അത് സത്യമല്ലേ? Aren't that is true? അത് സത്യമല്ലേന്നല്ലേ? അവാന്നല്ല ഞാൻ പറഞ്ഞത്, അത് സത്യമല്ലേ. അതെന്ന് പറയുമ്പോ ഒരെണ്ണമേ ഉള്ളൂ. Aren't that is അല്ല, അതാണ് പറഞ്ഞത്. ഇവിടെ നമ്മള് ദിസും ദാറ്റും ദീസും ദോസും കൂടെ ഒന്നും കൂടി ഒന്ന്
ഫെമിലിയർ ആകാനായിട്ട്. അത് സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇസ് ദാറ്റ് ട്രൂ എന്ന് വരും. അത് സോറി, ഇസ് ഇൻ ദാറ്റ് ട്രൂ, അത് സത്യമല്ലേ. ഓക്കെ ഓക്കെ. ആ അവ സത്യങ്ങളല്ലേ എന്ന് ചോദിക്കുവായിരുന്നെങ്കിൽ ആറൻറ്റ് ദോസ് ട്രൂ എന്ന് നമുക്ക് പറയാം. ഓക്കെ ആറൻറ്റ് ദോസ് ട്രൂത്ത്സ് നമുക്ക് പറയാമായിരുന്നു. ഇത് സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോ ഓക്കെ ഇതോ അതോ ആണെങ്കിൽ ഇസ് ഇറ്റ് ഇസിന്റ് ഇറ്റ് ട്രൂ. മനസ്സിലായോ? ആ മനസ്സിലായി. ആ അപ്പൊ അത് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് എന്ന് പറഞ്ഞ് ദിസ് അതെന്ന് പറഞ്ഞ് ദാറ്റ് ഇവ ദീസ് അവ ദോസ് അങ്ങനെ അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്വന്തം ഇതിന് വേണ്ടിയിട്ടൊന്ന് എഴുതി പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ അല്ലേ, ആണോ, ഓക്കെ ആ അപ്പൊ ഫെബിന് റിയൽ ലൈഫ് നമ്മുടെ കോണ്ടെക്സ്റ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, വലിയ വലിയ സെന്റൻസുകളൊക്കെ. ഓക്കെ. ഓക്കെ. പിന്നെ ഒരെണ്ണം കൂടെ ചോദിക്കാം. ഉം, ഇവ വേസ്റ്റ് ആണോ? ഇവ വേസ്റ്റ് ആണോ? ഇവ വേസ്റ്റ് ആണോ? ആ യെസ്, ഇവ വേസ്റ്റ് ആണോ? ആർ ദീസ് വേസ്റ്റ്? ആ ആർ ദീസ് വേസ്റ്റ് കറക്റ്റ് ആണ്. വേസ്റ്റ് ആണോ എന്ന് ചോദിക്കാം. കറക്റ്റ് ആണ്. അപ്പോ ഇതൊന്ന് ഫെമിലിയറൈസ് ചെയ്താൽ മതി. നമുക്കിനി 1 മിനിറ്റും കൂടെ ഉള്ളൂ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കഴിഞ്ഞു കേട്ടോ. കറക്റ്റ് ഹാഫ് അവർ ആയി. സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.